ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ എന്നും പറയുമ്പോൾ തന്നെ ഒരുപാട് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഏകദേശം ഒരു 2 ആഴ്ചേൻ്റെ അടുത്താവാനായിട്ടുണ്ട്. ഇത്രയൊക്കെ വൈകണത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്നാമത് ഇത്രയും വൈകാൻ കാരണം അതാണ്, നമുക്ക് സദ്യക്കും പായസത്തിനൊക്കെ ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോയും കാര്യങ്ങളും കൂടി ചെയ്യാൻ കഴിയായിട്ടാണ്. വീടും കടയും നമ്മൾ ഓർഡറുകളും മൊത്തത്തിലെല്ലാം കൂടി നോക്കണ്ടേ. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും വെക്കാൻ പറ്റണത് ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. ഇത് വെക്കാൻ പറ്റിയിട്ടല്ല, എന്നാലും മനസ്സിലെപ്പോഴും ഉണ്ട്, ഇട്ടിട്ടില്ലല്ലോ, വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മറ്റുള്ളതൊന്നും തീരെ മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്തു കൊടുക്കും. പറഞ്ഞ ദിവസവും പറഞ്ഞ ടൈമിലും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലേ. അപ്പം എൻ്റെ കൂട്ടുകാരെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ, എപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അച്ഛൻ്റെ 60ാം പിറന്നാളാണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനും ഏട്ടനും കണ്ണനും അച്ഛനും അമ്മയും കൂടിയാണ് ഇവിടുന്ന് പോണത്. അപ്പം അനുമോളും നന്ദു ആണെങ്കിൽ നേരത്തെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓരങ്ങോട്ട് അനിയന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാവുകൊണ്ട് നമുക്ക് കട അടച്ചിട്ട് അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തുറന്നിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ ആക്കിയിട്ട് അടച്ചു കേട്ടോ. ഞായറാഴ്ച ദിവസം നമുക്ക് നല്ല കച്ചവടമുള്ള ദിവസമാണ്. പിന്നെ മുളയരി പായസം എല്ലാം ഞായറാഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവധി എടുക്കാതെ എല്ലാ പരിപാടിയും നടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അമ്മ അങ്ങനെ ചോദിച്ചിരുന്നു, പകലാണോ രാത്രിയാണോ സൗകര്യം എന്നുള്ളത്. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾക്ക് സൗകര്യം കേട്ടോ. ഒന്നാമത് മിന്നുവിൻ്റെ വീട്ടുകാർക്കും തന്നെ ഒരുക്കും കടയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പകലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. രാത്രിയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് കയറി വന്നപ്പോഴേക്കും ഇതാക്കണേ ചിരമ്മമാരൊക്കെ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. പിന്നെ നന്ദും അനുമോളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ കുട്ടിക്ക് പാല് കൊടുക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ അതാകണേ എല്ലാവരും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ മിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു സമയത്ത് എത്തിയിട്ടില്ല, ഒരു കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പം അമ്മ അതാക്കണേ കുറേ ആയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങളെപ്പോഴും ഓടി വരുന്നല്ലാതെ ഞങ്ങൾ വരവും കണക്ക് തന്നെയാണ് കേട്ടോ. എന്നാലും അമ്മയൊക്കെ വന്നിട്ട് കുറച്ചായിട്ടുണ്ട്. പിന്നെ മിന്നു ഇതാ കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ തിന്നാനൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ചോറിൻ്റെ വീഡിയോ പിന്നെ കൂട്ടുകാർ കണ്ടില്ലേ. എന്നാലും ഒക്കെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും പാൽ തന്നെയാണ് കൊടുക്കണത്. അപ്പോൾ കുട്ടീസ് ഇതാക്കണേ ഹോളെടുത്തതാണ് കേട്ടോ. ആരെടുത്താലും മോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു പരിചയക്കേടോ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരെടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പം ഇനി ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. കുട്ടീസ് ഇടയ്ക്ക് വരലുണ്ട്. ഓളുണ്ടായതുകൊണ്ടേ എല്ലാവർക്കും ഇടയ്ക്കൊന്നും കാണാൻ പൂതിയാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും തൊട്ടാണ് കേട്ടോ. എൻ്റെ 2 കുട്ടിച്ചന്മാരും അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ അടുത്താണ്. അപ്പോൾ ഇതാ നാദുട്ടീനെ കുട്ടിച്ചെടുത്തതായിരുന്നു. കുറച്ച് സമയം അങ്ങനെ എടുത്ത് നിന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടോ. ഞാനും വന്നിട്ട് വല്ലാതെ എടുത്തിട്ടില്ല, അവൾ പാല് കുടിക്കുന്നില്ലേ. അപ്പം എൻ്റെ കുട്ടീനെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള എടുക്കാനും കളിപ്പിക്കാനും ഒക്കെ പറ്റട്ടോ. അല്ലാതെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ മുറ്റത്ത് നിന്നപ്പോഴേക്കും ഇതാകണേ അച്ഛമ്മയും മിന്നുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അനിയന്മാർ 2 എത്തിയിട്ടില്ല. ഓല കടയിലാക്കിയിട്ട് ഇവരിങ്ങോട്ട് വന്നതാണേ. അപ്പം മുറ്റത്തുനിന്ന് തന്നെ നാദുട്ടീനെ കണ്ടതല്ലേ. അപ്പം അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നാദുണ്ടായതിന് ശേഷം എല്ലാവർക്കും നാദുട്ടീൻ്റെ അടുത്തേക്കാണല്ലോ കൂടുതൽ ശ്രദ്ധ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ മിന്നുവിനെ കൊണ്ടുവന്ന ഒരു സമയത്ത് മിന്നുവിൻ്റെ അടുത്തേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ. ഇപ്പോൾ 2 വേണം. പക്ഷെ എന്നാലും നമ്മൾ നാദുട്ടിക്കാണല്ലോ മുൻതൂക്കം കൊടുക്കുന്നത് എപ്പോഴും. ഓള് കുഞ്ഞു കുട്ടിയാണ്. പിന്നെ എല്ലാ മക്കളും വളർന്ന് വലുതായി. അപ്പം നമ്മൾ ആ ഒരു ചെറിയ മക്കളോട് ഒരു കൂടുതൽ ഇഷ്ടവും കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരെയും ഒരു കൊഞ്ചിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഓരോക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ മിന്നുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ. ഓർക്കും എപ്പോഴും കുട്ടീനെ കളിപ്പിക്കാൻ ഒരാഗ്രഹമാണല്ലോ. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓൾ അങ്ങോട്ട് പറഞ്ഞയക്കലുണ്ട്. ഒരു പോയി പോരലുണ്ട്, അല്ലാതെ നിൽക്കലും ഉണ്ട്. ഓലിങ്ങോട്ടും വരലുണ്ട്. അങ്ങനെ കുട്ടീനെ ആരും അങ്ങനെ കാണാതിരിക്കണമൊന്നുമില്ല കേട്ടോ. എനിക്കാണ് പിന്നെയും സമയം കിട്ടാത്ത ആൾ. പക്ഷെ എൻ്റെ അടുത്തേക്ക് ഓല് ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ കൊണ്ടുവരലുണ്ട്. അതേപോലെ ഞാനും എനിക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഓടി വരും കേട്ടോ. എന്നാലും ഓല അങ്ങോട്ട് കൊണ്ടുവന്ന് കാട്ടിത്തരലുണ്ട്. അതുകൊണ്ട് ഒരുപാടേക്ക് ഇങ്ങോട്ട് എന്താ പറയുക കാണാതിരിക്കേണ്ടി വരലില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും കാണലുണ്ട്. പിന്നെ എന്നും വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങനെ കാണും. അങ്ങനെയൊക്കെ ഓളെ കളിയും ചെറിയൊക്കെ അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ.
പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്താലല്ലേ മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ലീവാക്കി കട അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കച്ചവടത്തിനെ ബാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അടച്ചിട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വിരുന്നൊന്നും വരാത്തത്. പിന്നെ ഇതാ ഇതിൻ്റെ ചെറിയ കുട്ടിയച്ചിയാണ് കേട്ടോ. മറ്റേത് ആദ്യം കുട്ടീൻ്റെ അടുത്തത് വലിയ കുട്ടിയച്ചിയാണ്, ഇപ്പോൾ ഈ വന്ന് കയറിയത് ചെറിയ കുട്ടിയച്ചിയാണ്. ഇത് കാപ്പി മാക്സ് ഇട്ടത് രണ്ടും കാപ്പി തന്നെയാണ്. ആ കറുത്ത കാപ്പി ഇട്ടത് ആ പുള്ളി ഇട്ടത് വലിയ ചെറമ്മയാണ്. മറ്റത് ഒരു മെറൂണ് കാപ്പി ഉണ്ടല്ലോ അതിട്ടത് എൻ്റെ ചെറിയ ചെറമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനങ്ങൾ പറയുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുക. പിന്നെ അതാ അനിയൻ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കേക്കുമ്പോഴൊക്കെ ഒരു രണ്ടാളും കൂടി സെറ്റ് ചെയ്യുക. അപ്പോൾ അതുമ്മ മെഴുകുതിരി പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ദാ ഇവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അനിയൻ്റെതും അച്ഛൻ്റെയും മിന്നുവിൻ്റെയും അടുത്തടുത്താണ് കേട്ടോ. ഒരു 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിറന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓള് പറഞ്ഞിരുന്നു ഞങ്ങളത് ആരതും വേണ്ട, അച്ഛൻ്റെ 60ാം പിറന്നാൾ നമുക്ക് ആഘോഷിക്കുക എന്നുള്ളത് ഓള് പറഞ്ഞിരുന്നു കേട്ടോ. ഓളെ പിറന്നാൾ പിന്നെ ഓളന്ന് വിരുന്ന് ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞു. നമ്മളിവിടെ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു വേണ്ട, അച്ഛൻ്റെ പിറന്നാൾ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. 60ാം പിറന്നാളല്ലേ, അപ്പോൾ അത് കഴിച്ചാൽ മതി അമ്മ, നമുക്ക് ചെറുമട്ടത്തിലൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പരിപാടി ഉണ്ടായത്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ നാദൊട്ടി നോക്കി നിൽക്കണ്, ഓള അച്ചച്ചേനെ എന്താ കാട്ടണമെന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് കേട്ടോ. എന്താന്നുള്ളത് ഓളും അച്ഛയും കൂടി ഭയങ്കര കൂട്ടാണ് കേട്ടോ. അച്ഛനെ ഭയങ്കര കാര്യമാണ് നോക്കുക. അച്ഛടുത്ത് അങ്ങനെ നടക്കോളെ കയ്യെന്ന് വെക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓക്ക് കൊടുക്കാതെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടണം എന്നുള്ളതാണ് ആ തുറപ്പിച്ച് നോക്കുന്നത് കേട്ടോ. എൻ്റെ കുട്ടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരും എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് മൈൻഡ് വെച്ചിട്ട് കൊടുക്കണോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയാണ് കേട്ടോ. ഓളെടുത്ത് നിന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടൊക്കെ ഓരോ ആക്ഷൻ കാണിക്കുക. കാണുമ്പോൾ നമുക്കൊരു പാവമാണ്. അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളും കൊടുക്കുന്നുണ്ട്, വലിയവരും കൊടുക്കുന്നുണ്ട്. നമ്മളെ നാദുട്ടി അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛന് 60 വയസ്സായി. ഞാൻ ഈ ഒരു പിറന്നാളിൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഫോണിലിട്ടായിരുന്നു. അതുവഴി ഒരുപാട് ആൾക്കാർ കേട്ടോ അച്ഛന് ആശംസകൾ അറിയിച്ചിരുന്നു. നമ്മളെ സബ്സ്ക്രൈബേഴ്സും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും എന്നെ അറിയണ ഒരുപാട് ആൾക്കാർ ആശംസകൾ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വീണ്ടും ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുകയാണേ. അപ്പോൾ എല്ലാവരെയും വീണ്ടും വീണ്ടും ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എൻ്റെ ഫാമിലീനെ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും എന്നോട് പറയലുണ്ട് കേട്ടോ. ആരെങ്കിലും ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ചോദിക്കലുണ്ട് ദിവ്യേൻ്റെ കുടുംബക്കാരല്ലേ അല്ലെങ്കിൽ ദിവ്യേൻ്റെ ഫ്രണ്ട് അല്ലേ എന്നുള്ളത് നമ്മളോട് ചോദിക്കും വന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലേ. അപ്പോൾ ഒരിക്കും തന്നെ നമ്മളെ വീഡിയോയിലൂടെ വന്നിട്ട് ഓരോ തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത് മുതൽ ഓരോരുത്തർ പറയലുണ്ട് കേട്ടോ, മക്കളെ വളർച്ചയും നമ്മളെ പ്രായത്തിൻ്റെ മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയലുണ്ട് എന്ന് പലരും എന്നോട് പറയലുണ്ട്. അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കതൊരു അത്ഭുതം തന്നെയാണ്, നമ്മളെ മാറ്റവും മക്കളെ മാറ്റമൊക്കെ കാണുമ്പോൾ. പിന്നെ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി അച്ഛൻ എന്തെങ്കിലും ഗിഫ്റ്റോ കൊടുക്കണ്ടേ. അപ്പോൾ അനുമോള് വേഗം അച്ഛ അവിടെ സിറ്റ് ഔട്ടിൽ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ എല്ലാവരും അച്ഛ അവിടെ സെറ്റിയിൽ വന്നിരുന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എല്ലാവരും മുണ്ടും ഷർട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പം എന്താ, ആണുങ്ങൾക്കാണെങ്കിൽ അങ്ങനെയുള്ളല്ലോ നമുക്ക് വാങ്ങിക്കാൻ, പെണ്ണുങ്ങൾക്കാണെങ്കിൽ പലതും ഉണ്ടാവും വാങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അച്ഛൻ സന്തോഷത്തോടു കൂടി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യക്കുട്ടം അച്ഛ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു കേട്ടോ അവൻ്റെ ഗിഫ്റ്റ്. പിന്നെ അത് ഫോട്ടോയിൽ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒന്നും കൂടിയും തരാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നീട് കാണാലോ നമുക്ക് മക്കളെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒന്ന് കൊടുപ്പിച്ചത് കേട്ടോ. പിന്നെ അതാ ഇവിടെ നിന്ന് മിന്നും അമ്മയും കൂടി നെയ്ച്ചോറും കടായും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നെയ്ച്ചോറിൽ വെറൈറ്റി ആയിട്ട് ഒരു സോയാബീനൊക്കെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇല്ല നമ്മൾ ഒരേപോലെ വെക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് മസാലയൊക്കെ തേച്ച് സോയാബീൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് കാണാനും കടിക്കാനും ഒക്കെ ഒരു ടേസ്റ്റും ഭംഗിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ അനിയൻ എന്താക്കണത് ദമ്മൊക്കെ പൊട്ടിച്ചത് റെഡിയാക്കണുണ്ട്.
പിന്നെ മിന്നു ഇതാക്കുന്ന ഇവിടെ സലാഡും ചമ്മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ധൃതിയും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ സംസാരിച്ചിരുന്നെങ്ങാണ്ട് സമയം കളഞ്ഞിട്ടില്ല. ഉള്ള സമയത്ത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം. ഇവർ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ കൂടാൻ. പക്ഷേങ്കിൽ നമ്മളെ കടയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടാകുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലേ. ശനി ഞായറും ആണെങ്കിൽ എനിക്ക് അച്ഛനെ നാക്കി പോന്നാലൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അവർക്കൊന്നും അങ്ങോട്ട് സ്പീഡിൽ ചെയ്യാൻ കഴിയൂല, അവർ തപ്പിപ്പിടുത്തായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. എത്ര ആൾ വന്നാലും നമുക്ക് ഒരേ കൈകാര്യം ചെയ്യാൻ അറിയാം, എങ്ങനെയാണ് എന്താണെന്നുള്ളത് ശരിക്കും അറിയാം. എന്താ വെച്ചാൽ ആദ്യം മുതലേ ഞാനാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഒരു ടെൻഷനും കാര്യം ഉണ്ടാവില്ല. എത്ര ആൾ വന്നാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. അവരൊക്കെ ഒരുപോലെ നമുക്ക് ഡീൽ ചെയ്യാൻ അറിയും. അങ്ങനെയാണ് പിന്നെ ഇവർ മാത്രമാണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നല്ലോണം ഒന്ന് എന്താ പറയുക റിസ്ക് എടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ എല്ലാവരും കൂടി കൊടുക്കും കേട്ടോ. ചെറുപയറും അരിയും പായസവും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നെയ്ച്ചോറും കടായിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനും മിന്നും കൂടി ഇവിടെ വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിന്നു പോയിട്ട് ഓല വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ചെന്നു എല്ലാവരെയും ഒന്ന് വിളിച്ചു. അപ്പോൾ ആദ്യം അച്ഛന്മാരെയും അതേപോലെ ഏട്ടനെയും ഓരൊക്കെ ഒന്ന് ഇരുത്താ, കുട്ടിച്ചന്മാരെയൊക്കെ ഇരുത്താ വിചാരിച്ചിട്ട് ഓരെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഓര് ഇരിക്കാൻ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതാക്കണേ മക്കൾക്ക് അവിടെ പുറത്ത് വിളമ്പി കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അവിടെ ഒരു മേശ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് കുറച്ച് വിളമ്പി കൊടുക്കരുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ നന്ദുവിനെ കുറേ നേരമായി വിളിക്കണ്. ഓനാണ്ട് ചെന്നിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തന്നോളാന്ന് പറഞ്ഞിട്ട് കിച്ചു ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെ സ്വത്തുമണിക്ക് ഇതാക്കണേ കോട്ടാവിയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉറക്കമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ഒരു പൂച്ചുറക്കാണ് കേട്ടോ. കുറച്ച് സമയം ഉറങ്ങും, പിന്നോള് നീക്കും, വീണ്ടും കുടിക്കും, കുറച്ച് നേരം ഉറങ്ങും, കുറച്ച് നേരം കളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓളെ പണിയിപ്പം അങ്ങനെയാണല്ലോ, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പുറത്ത് ഏതായാലും പ്ലേറ്റൊക്കെ ഇട്ടിട്ട് അവിടെ കുട്ടികളെ ഇരുത്തണുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചോറ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഇവിടെ ആ ഉള്ളിൽ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബാക്കിക്ക് നിൽക്കുന്നു. എന്തായാലും ഓരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കുട്ടിച്ചന്മാരെയും ഏട്ടനും അതേപോലെ അച്ഛന്മാരും ഒക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നാദുട്ടീന് എന്തായാലും ഓള് ഉറക്കട്ടെ എന്ന് വെക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവർക്കൊക്കെ ചോറ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അകത്തൊരുട്ടർക്ക് ഫുഡ് വിളമ്പി, അതുപോലെ തന്നെ പുറത്തു ഇതാക്കണേ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പുറത്തിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മളെ വീട്ടിലാണെങ്കിൽ കൂടുതലായിട്ടും അങ്ങനെയാണ് കേട്ടോ. സെറ്റ് ഇട്ടോടത്താണ് ചോറിനായിരിക്കുക, സിറ്റ് ഔട്ടിലാണ് ചായ കുടിക്കാതിരിക്കുക, അങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി ഇരിക്കുക. മേശയും അങ്ങനെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇത് പിന്നെ പുറത്ത് ഒരു മേശ ഇടുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ബെഞ്ച് അനിയന് ഇൻട്രസ്റ്റീലിൻ്റെ വർക്കാവുകൊണ്ട് ഓൻ അങ്ങനെ ചെയ്തിട്ടതാണ്. അപ്പോൾ അത് വലിയൊരു ഉപകാരമാണ്. ആരെങ്കിലും വന്നാൽ നമുക്ക് ഉള്ളിൽ ഒരുപാട് സ്ഥലമല്ലല്ലോ. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ പണ്ട് എത്രയോ വർഷം മുന്നേ കയറ്റിയ ഒരു വീടാണ് കേട്ടോ. കറക്റ്റ് വർഷം എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ കാലത്ത് ഇതൊരു വലിയ വീട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ എല്ലാ വീടിനെ അപേക്ഷിച്ച് ഒരു കുഞ്ഞു വീടായി മാറിയത് കേട്ടോ. എന്നാലും നമ്മളെ വീട്ടിൽ ഉള്ള എല്ലാ സംഭവങ്ങളും വൃത്തിയിൽ ഒക്കെ എന്താ പറയുക പണികളൊക്കെ തീർത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളതിൽ സൗകര്യങ്ങളാക്കിയിട്ടുണ്ട്. എത്ര കുഞ്ഞു വീടാണെങ്കിലും ഈ ഒരു വീട് പോലെ ആയി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലൊന്നും ആയി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാതിരുന്നത് കഴിഞ്ഞു. പിന്നെ ഇതാ രണ്ടാമത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൊട്ട അയൽവക്കത്തെ ഏടത്തിയും അവിടുത്തെ മരുമോളും കൂടിയാണ് കേട്ടോ, മുത്തുചേച്ചിയും കൂടിയാണ്. പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ താത്താനെ വിളിച്ചിരുന്നു. താത്താക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അമ്മ എല്ലാവരും ഇരിക്കുന്നതിന് മുന്നേ തന്നെ താത്താക്കും കാക്കാക്കും ഉള്ള ഫുഡ് അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അമ്മ ഇനിയിപ്പോൾ ഒരു ചമ്മന്തി അരക്കുകയാണെങ്കിലും അവിടെ കൊണ്ടു കൊടുക്കും കേട്ടോ. താത്തയും അങ്ങനെ തന്നെയാണ്. ഒരു രണ്ടാളുള്ള അവിടെ 3 പെൺകുട്ടികളാണ്, ഓരോ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഇതാക്കണേ ഇവർ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെക്കന്മാർക്കുള്ള ഫുഡും അതേപോലെ ഒരു അമ്മായി ഉണ്ടല്ലോ അവിടെ, അപ്പോൾ ഓർക്കൊക്കെ ഉള്ള ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഉള്ള ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൽക്ക് കൊടുക്കട്ടെ വിചാരിച്ചിട്ട് ഓലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നാദൊട്ടി കണ്ടില്ലേ ഉറങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. അമ്മമ്മയും അമ്മച്ചിയും മുത്തിയൊക്കെ പോണത് നോക്കി നിൽക്കുകയാണേ. ഇങ്ങനെ പ്രായമായവർ ശരിക്കും വീട്ടിൽ വേണമല്ലേ, അത് വല്ലാത്തൊരു ഐശ്വര്യമാണ് കേട്ടോ. അപ്പം അച്ഛമ്മ വന്നാൽ കുറേ കാര്യങ്ങൾ പറയും. കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. നല്ല രസമാണ് വർത്താനൊക്കെ കേൾക്കാൻ.
അങ്ങനെ ഓല പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അനിയൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതാക്കണേ അമ്മയും ചെറിയമ്മമാരും അനുമോളും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കും മിന്നുവിനും അനിയനൊക്കെ ഉള്ള ഇല പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ മിന്നു കുട്ടീനെ ഉറക്കാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓളപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ കഴിക്കുന്ന ആ ഒരു സമയം കൊണ്ട് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് സമയം അതിനും കഴുകാൻ നിന്ന് വൈകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഓല് രണ്ടാളും ഒറ്റയ്ക്ക് കഴുകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർ ചോറുണ്ണ സമയത്ത് അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പെറുക്കി കഴുകി അതിൻ്റെതായ സ്ഥാനത്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതായല്ലോ. പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാമല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ പ്ലേറ്റ് അല്ലേ, അതുകൊണ്ട് പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാമല്ല. എന്നാലും ജസ്റ്റ് ഓരോന്ന് അവിടെ ഇവിടെയും പരന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണേ. അപ്പം നന്ദുവിന് മൂത്രം ഒഴിക്കാണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു മുറ്റത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകാനൊരു പേടി. അപ്പം ഞാൻ പറഞ്ഞു ഈ അമ്മ ഇവിടെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുറ്റത്തേക്കാണ്ട് പോയതാണ് കേട്ടോ. പിന്നെതാ ആ ഒരു പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ തന്നു, എങ്ങനത്തെ കളറാണ് അച്ഛനുള്ള, അങ്ങനത്തെ തന്നെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് തരികയാണ് കേട്ടോ. അപ്പോൾ എല്ലേതൊന്നും അച്ഛയ്ക്കുള്ള കളറല്ല, എന്നാൽ ഉള്ളത് തന്നെ 2 കളറും ഒരേപോലത്തെ അങ്ങനെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഇനി പച്ചയ്ക്ക് അല്ലെങ്കിൽ അനിയന്മാർക്കെങ്കിലും അടിച്ചിടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആരും ഇപ്പം അങ്ങനെ തുണി എടുത്ത് അടിച്ചിട്ട് അങ്ങനെ ആരും ഇടൂല കേട്ടോ. ചെക്കന്മാരാണെങ്കിലും ഒരുക്കൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് ആണല്ലോ അടിച്ചിട്ട്. നമ്മൾ കണ്ണനൊന്നും തീരെ ഇടൂല കേട്ടോ, ഒക്കെ റെഡിമെയ്ഡ് ഇടുള്ളൂ. അപ്പോൾ ഏകദേശം ഈ 2 തുണിയും ഒരേ കളർ പോലെ തോന്നുക കേട്ടോ. അപ്പോൾ ഇതാർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് അടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പെണ്ണുങ്ങളതാണെങ്കിൽ സാരിയും ചുരിദാറൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാവൂലേ. ഇതിപ്പോൾ ആണുങ്ങൾ അതാവുകൊണ്ട് പ്രത്യേകം ഡിസൈനും കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണാനല്ലോ. ഡിസൈനുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊരു പ്രായമായവർക്ക് അതിൻ്റെതായ രീതിക്കല്ലേ എടുക്കുക. അപ്പം അങ്ങനെ ഇതാകണേ മിന്നുവിൻ്റെ വീട്ടിൽ നിന്നും ചെറിയമ്മമാരും കുട്ടിച്ചന്മാരും അയൽവാക്കക്കാരും ഞാനും എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാനത് കാണിക്കാൻ മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അപ്പോഴേക്കും ഇതാക്കണേ മിന്നു കുട്ടീനെ ഉറക്കി വന്ന് ഓള് വീണ്ടും മേൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേൽക്കഴുകിയൊക്കെ വന്നിട്ട് ഇതാക്കണേ ഞങ്ങൾ ചോറിനാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം അനിയൻ പറയുന്നുണ്ട് എനിക്ക് നെയ്ച്ചോറ് വേണ്ട, സാധാ ചോറുണ്ടെങ്കിൽ മതി. അനിയൻ എപ്പോഴും തേങ്ങാച്ചോറിനോടൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നെയ്ച്ചോറ് തിന്നായി അല്ല, എന്നാലും കൂടുതൽ ഇഷ്ടം തേങ്ങാച്ചോറൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കണ്ണൻ ആദ്യം ഇരുന്നപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പം വീണ്ടും ഇരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്, നല്ല എരിയൊക്കെ ആയപ്പോഴേ. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ആയപ്പോൾ തന്നെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞങ്ങളപ്പം ഒന്ന് ഇരുന്നിട്ടുണ്ട് കമ്പനിക്ക്. പിന്നെ ഇതാ ഞങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴേക്ക് തന്നെ ഏകദേശം എല്ലാവരും പിരിഞ്ഞിട്ടുണ്ട്. ചെറമ്മമാരൊക്കെ വീട്ടിലേക്ക് പോയി. ഓലൊക്കെ പോയപ്പോൾ ഓലക്ക് എന്താ വേണ്ട വെച്ചാൽ അമ്മ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ചോറും കറിയും എന്തൊക്കെയോ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനില്ല. വലിയ ചെമ്പും പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൂ. അപ്പോൾ അമ്മയും തന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഓളെ കാത്തു നിന്നതാണ് കേട്ടോ. പിന്നെ അതാ പോവാനായിട്ടുണ്ട്. ഞങ്ങളാണ് ലാസ്റ്റ് പോരുന്നത്. അപ്പോൾ അമ്മ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മ പിന്നെ അമ്മായിനെ വിളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിക്ക് അമ്മായിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ അമ്മായിക്ക് കുറച്ച് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മായിമാർക്കൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരോടും പറയാതിരുന്നത്. ഒരാളോട് പറഞ്ഞ ഒരാളോട് പറയാതിരിക്കുന്നത് ഒരു മോശമല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വെറുതെ വരില്ലല്ലോ, എന്തെങ്കിലും കൊണ്ടാതെ വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാതിരുന്നത്. പിന്നെ ഇത് നമ്മൾ കുഞ്ഞതായിട്ടേ ആഘോഷിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വലിയ പരിപാടി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക്